ആദ്യം ശ്രീ ജേക്കബ് ജോർജ്, വലിയ നിർണായകമായ ഒരു നീക്കമാണ് തരൂരിനെ ലക്ഷ്യമിട്ട് CPM നടത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ദുബായിലാണ് നിർണായക ചർച്ചകൾ. വ്യവസായി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായി ഇടനില നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. CPMനൊപ്പം തരൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് വരികയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ച് വലിയ ഒരു ക്യാച്ച് ആകുമോ? എങ്ങനെയാണ് താങ്കൾ ഇതിന്റെ സാധ്യതകളെ കാണുന്നത്? അല്ല, അത് എത്ര കണ്ട് സാധ്യമാണ് എന്ന് പറയാറായിട്ടില്ല രേണു. അതാണ് ഞാൻ കാണുന്നത്. ഇതേക്കുറിച്ച് എത്ര കണ്ട് നിർണായകമായിട്ടുണ്ട് ഈ നീക്കം. ശശി തരൂരിനെ എന്താണെങ്കിലും കോൺഗ്രസിന് ഇനി അധികം കാലം നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ നമ്മുടെ പച്ചഭാഷയെ പറഞ്ഞാൽ ചവിട്ടിത്തേക്കും. അവർക്ക് തരൂരിനോട് വലിയ ലോഹ്യമൊന്നുമില്ല. തരൂരിന് ഗ്ലാമർ കൂടിപ്പോയി, തരൂരിന് ജനശ്രദ്ധ കൂടിപ്പോയി, തരൂർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും. ഇതൊക്കെ കോൺഗ്രസിൻ്റെ അകത്ത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. എന്താണെങ്കിലും ഈ ചവിട്ടും തുപ്പും ഒക്കെ ഏറ്റിട്ട് അധികം കാലം അദ്ദേഹത്തിന് പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPM ഒരു ഓൾട്ടർനേറ്റീവ് ആണോ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതുവരെയും ഞാനൊക്കെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായിട്ട്. അദ്ദേഹം ഒരിക്കലും BJPയോടും CPMനോടും ഞാൻ കൂട്ടുകൂടാനില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ, അത് കുറേ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത്. പിന്നെ എന്ത് എന്ന് ചോദിക്കാം. അദ്ദേഹം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അന്ന് സൂചിപ്പിച്ചത്, അത് പേഴ്സണലായിട്ടുള്ള വർത്തമാനത്തിനിടയ്ക്ക് സൂചിപ്പിച്ചത്, അദ്ദേഹം ഇനി പ്രസംഗത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതായത് കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ, അദ്ദേഹവും എന്നോട് നടത്തിയ അല്പം സാമാന്യം നീണ്ട ഒരു സംസാരത്തിൻ്റെ ചുരുക്കം. അതായത് ഇനി കോൺഗ്രസിലധികം നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള മട്ടിലാണ്. അദ്ദേഹം എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ നമുക്കത് കേട്ടാൽ മനസ്സിലാകുമല്ലോ. ഞാനിനി ഇങ്ങനെ വിദേശത്തൊക്കെ പ്രസംഗിക്കും. പിന്നെ 2-3 ചാനൽ, ദേശീയ ചാനലിൽ എൻ്റെ പരിപാടി, ഒരു വീക്ക്ലി വൺസ് പരിപാടി കിട്ടിയിട്ടുണ്ട്. അതിന് കുറച്ച് കാശ് കിട്ടും. പുള്ളിക്കിപ്പോൾ ശശി തരൂരിന് ഇപ്പോൾ വലിയ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നോട്. അതുകൊണ്ട് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള ചില നീക്കങ്ങൾ, ഇതുപോലുള്ള അക്കാഡമിക് കാര്യങ്ങളാണ് നടത്തുക. ടെലിവിഷൻ ചാനലിൽ ചർച്ചകൾ, പിന്നെ വിദേശത്തൊക്കെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അതൊക്കെ ഒരു ചോയ്സ് ആണ്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ തരൂർ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഇല്ല എന്നതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്ത് കോൺഗ്രസിൽ തന്നെ സജീവമാകാൻ നീക്കങ്ങൾ നടക്കുകയായിരുന്നു. കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നൊരു സന്ദേശം നൽകിയതാണ്. സംസ്ഥാന നേതൃത്വവും അതിന് തന്നെയാണ് പ്രാമുഖ്യം നൽകുന്നത്. അത്തരം ഒരു സന്ദേശം വന്നതിന് ശേഷമാണ് മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിന് വലിയ അപമാനം നേരിടുന്നത്. രാഹുൽ ഗാന്ധി തന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്ന വലിയ വ്യസനം അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത്. ഈ ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ഓപ്ഷൻ തേടുകയാണ്. കോൺഗ്രസിലെ ഈ അപമാനങ്ങൾ മുഴുവൻ സഹിച്ച് മതിയായി എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ തേടുകയാണെങ്കിൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAക്കൊപ്പം അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എഴുതിവെച്ച കാര്യങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. അദ്ദേഹത്തിന് അത്തരം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൽ CPM ഒരു ചോയ്സായി വരില്ലേ? ഇടതുപക്ഷത്തിനൊപ്പം സഹകരിച്ചു പോവുക എന്നത് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്ന് വരുത്തില്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മറ്റൊരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സഹകരണം അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു ബെസ്റ്റ് ചോയ്സ് CPM അല്ലേ? അതെ, അത് ബെസ്റ്റ് ചോയ്സ് ആണോ അത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം പറയട്ടെ, എന്നിട്ട് നമുക്കതേക്കുറിച്ച് ചർച്ച ചെയ്യാം. അദ്ദേഹം അങ്ങനെ ഒരു ചോയ്സ്, CPM ആണ് എൻ്റെ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തണം. ഇടതുപക്ഷത്തോട് ചേരുക, ഇടതുപക്ഷത്തിൻ്റെ ഒരു കക്ഷി, ഞാനിപ്പോൾ കേട്ടത് ഇടതുപക്ഷത്ത് ചേരുക, എന്നിട്ട് ഒരു കക്ഷിയായിട്ട് ഒരു ചെറിയ കക്ഷി രൂപപ്പെടുത്തുക, ആ കക്ഷിയെ ഇടതുപക്ഷം അംഗീകരിക്കുക, ആ കക്ഷിക്ക് കുറേ സീറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. പക്ഷേ അതെത്ര കണ്ട് പ്രാവർത്തികമാകും, എത്ര കണ്ട് സത്യമാണ് ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിനൊക്കെ കുറേ ദിവസം, എന്തൊക്കെയാണെങ്കിലും ഇത് നല്ലൊരു സന്ദർഭമാണ്. ഈ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ അകത്ത് ശശി തരൂർ അസംതൃപ്തനാണ്.
അദ്ദേഹത്തിന് ഒട്ടും തൃപ്തിയില്ല. രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, ഇടതുപക്ഷത്തിന് ഒരു ചെറിയ കൈത്താങ്ങൂടെ വേണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടും യോജിച്ച ഒരു സാഹചര്യമാണ്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്ന് തൽക്കാലം പറയാറായിട്ടില്ല. രേണു, തീർച്ചയായും നമുക്ക് നമ്മുടെ ഈ പാനൽ അറിയാമല്ലോ, ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധികളെ ആരെയും ഈ ചർച്ചയിലേക്ക് അനുവദിച്ചിട്ടില്ല. CPM സഹയാത്രികർ, അത് റെജി ലൂക്കോസിന്റെ BJP പ്രവേശനത്തോടു കൂടി തന്നെ സഹയാത്രികരുമായി ബന്ധപ്പെട്ട് ചില അകൽച്ചകളുണ്ട്. അതുകൊണ്ട് പലരും ചർച്ചകൾക്ക് സഹയാത്രികരായി വരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ CPM-മായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ പാനലിലെ വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ജേക്കബ് ജോർജ് ആണ്. ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ വ്യവസായി നടത്തുന്ന ഓപ്പറേഷൻ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി തരൂരിനെ സമീപിച്ചാൽ തരൂർ നോ പറയുമോ? നോക്കൂ, മോദി സ്തുതി പോലെ തന്നെ പിണറായി സ്തുതിയും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് തരൂർ. എനിക്ക് തോന്നുന്നു രേണു പറഞ്ഞതിലൊരു തെറ്റുണ്ട്, ഒരു വലിയ തെറ്റുണ്ട്. നമ്മൾ നല്ല പത്രങ്ങൾ മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും ഒക്കെ കൂടി പത്രപ്രവർത്തനത്തിൽ വന്നതാണ്. ഞാൻ അങ്ങനെ പക്ഷാഭേദം ഒന്നും കാണിക്കാത്ത പത്രപ്രവർത്തകനായിരുന്നു ത്രൂ ഔട്ട് മൈ കരിയർ. എല്ലാവർക്കും ഞാനുമായിട്ട് നല്ല ലോഹ്യത്തിലാണ്. അതുകൊണ്ട് CPM-യുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. അത് അപ്രസക്തമാണ്. ഞാൻ പറയാം, ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വർക്കബിളാണ്, ആ സൊല്യൂഷൻ വർക്കബിളാണ്. CPM-ന് ഒരു കൈത്താങ്ങും കൂടെ വേണം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ. അതേസമയം തന്നെ ശശി തരൂരിനെ ഒന്ന് ചായാനൊരിടം വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് രേണു പറയുന്ന ആ തിയറി വർക്ക് ചെയ്യും. ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, രണ്ടിടത്തോട്ടും ഞാനില്ല, ഒരു കാരണവശാലും BJP-യിലേക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, CPM ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി ചിന്തിക്കാൻ അദ്ദേഹത്തെ ആരെങ്കിലും പ്രേരിപ്പിക്കുമോ, ഈ ബിസിനസ്സുകാരനോ വേറെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോ പ്രേരിപ്പിക്കുമോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും അർത്ഥവത്തായ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും, സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച 31-ാം തീയതിയാണെന്ന് തോന്നുന്നു പാർലമെൻറ്റ് തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അതനുസരിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. ദുബൈയിൽ നിന്ന് ഇവിടെ വന്നിട്ടാണോ പോവുക എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ നാളെ എത്തും എന്നതാണ് വരുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തരൂർ നാളെ എത്തും തിരുവനന്തപുരത്തെന്ന് അറിയാൻ പറ്റുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് അവിടെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.